ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഇഷിതയുടെ ഡോക്ടറായിട്ട് ഡോക്ടർ ദേവികേനെ തിരഞ്ഞെടുക്കുകയാണ് മഹേഷ്. ആദ്യം ഇഷിതയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും മഹേഷ് പറയുന്നുണ്ട്, എടോ ഈ ലോകത്ത് താൻ ഏത് ഡോക്ടറെ വിശ്വസിച്ചില്ലെങ്കിലും ഈ ഡോക്ടർ തനിക്ക് വിശ്വസിക്കാം. ഞാനല്ലോടോ പറയണത്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ റിസ്ക് കൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? താൻ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർ ദേവികനെ വിശ്വസിച്ചേ പറ്റൂ. അവര് ജോലിയൊക്കെ മതിയാക്കി റിസൈനൊക്കെ ചെയ്ത് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അവർ ഈ ജോലിയിൽ വീണ്ടും തുടരണത്. അതുകൊണ്ട് താൻ എന്തായാലും സമ്മതിച്ചേ പറ്റൂ എന്ന് പറയാണ്. അങ്ങനെ ഇഷിത മനസ്സോടെ അത് സമ്മതിക്കുന്നുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കും ഇഷിതടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരാണ് ഡോക്ടർ, ആരാ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഡോക്ടർ ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ വഴക്ക് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇഷിത പറയുന്നുണ്ട്, അത് ഡോക്ടർ ദേവികയാണെന്ന് പറയണം. ആർക്കും തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സ്വപ്നവല്ലിക്ക്, രാമനാഥനെ, മറ്റേ സുചിത്രക്ക്, അഷിതക്ക്, പ്രിയാമണിക്ക്, മാഷിനും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാണ് ഈ നമുക്ക് കൊലക്കയറായിട്ട് നിൽക്കുന്ന കാലന്റെ കയ്യിൽ കൊടുക്കണ പോലെ അവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തേന്നൊക്കെയാണ് ചോദിക്കണത് എല്ലാവരും. പക്ഷെ മഹേഷ് വേണ്ട, എല്ലാവരും ഒന്ന് സമാധാനത്തോടെ നിൽക്ക്, എൻ്റെ കുഞ്ഞല്ലേ, എനിക്കറിയാം നന്നായിട്ട് നോക്കാനായിട്ട് എന്ന് മഹേഷ് പറയുന്നുണ്ട്. അതിനുശേഷം ആ സംഭവങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷിത ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നത്. വേറൊന്നുമല്ല, മനസ്സിന് വന്ന് ഇഷിതനെ ഉപദ്രവിക്കുന്ന പോലത്തെ ഒരു സ്വപ്നം ഇഷിത കാണാണ്. അതേ പിന്നെ ഇഷിതയുടെ മാനസിക നില തെറ്റിപ്പോകാട്ടോ. ഇഷിത രാവിലെ തന്നെ വാവിട്ട് കരയാണ്. കരച്ചിലും ബഹളവും കേട്ട് മഹേഷും സ്വപ്നവല്ലിയും രാമനാഥനും വരുന്നുണ്ട്. എന്തു പറ്റി മോളെ, എന്തു പറ്റി എന്ന് രാമനാഥൻ ചോദിക്കുകയാണ്. സ്വപ്നവല്ലി ഇഷിതയുടെ അടുത്തേക്ക് ഇന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോൾ, എന്തിനാ വിഷമിക്കുന്നത്, ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞൂടാ, മോൾ എന്ത് കണ്ടിട്ടാ പേടിച്ചത്, എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അത് എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നോക്കി. അപ്പോൾ ഇഷിതടുത്ത് പറയുന്നുണ്ട്, മഹേഷോട് താൻ എന്താടും ഇങ്ങനെ, ഇതേ നോക്ക്, താൻ ഇങ്ങനെ ആകെ ഒരു മാനസിക നില തെറ്റിയ പോലെ ഒന്നും കാണിക്കല്ലേ, തൻ്റെ ഈ ഇത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയാകാം. ഇല്ല മഹേഷ്, എനിക്ക് പേടിയാവുന്നു. ഇല്ല മഹേഷ്, ഉറപ്പായിട്ട് എനിക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. താൻ എന്തൊക്കെയാ പറയണത്, ഇതേ തൻ്റെ നാവ് കൊണ്ട് ഒരിക്കലും താൻ അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് മഹേഷ് പറയാണ്. അത് കണ്ടിട്ട് നമ്മുടെ ചിപ്പി കരച്ചിലാട്ടോ. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ, എനിക്ക് ഈ കുഞ്ഞുവാനെ വേണം, ഇത് എൻ്റെ കുഞ്ഞുവാവയാ മോളെ, ഈ കുഞ്ഞുവാനെ നിനക്ക് തരാൻ പറ്റുമെന്ന് അമ്മക്കറിയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് കരയാണ് ഇഷിത കേട്ടോ. അപ്പൊ സ്വപ്നവലിയും രാമനാഥനും കൂടി മഹേഷിനെ വിളിച്ചിട്ട് പുറത്തേക്ക് വരുന്നേക്ക് സംസാരിക്കുന്നുണ്ട്. മഹേഷിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇഷിത ഇത് ഓവറായിട്ട് ടെൻഷൻ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷിതക്ക് പോലത്തെ പേടിയുണ്ട്, ഇങ്ങനെ പേടിച്ച് നടന്നതിനാൽ കാര്യമില്ല. ഇനിയിപ്പോൾ 9 മാസത്തോളം അവൾക്ക് ഈ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ ഈ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് പോകുമ്പോൾ അവൾക്ക് ഈ മാനസിക നില തെറ്റിയ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നല്ലതിനല്ല എന്ന് സ്വപ്നവല്ലിയും പറയാണ്. അപ്പോൾ മഹേഷാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓരോ ദിവസം കഴിയുന്നതോ ഇഷിത ഓരോരോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇഷിത കാണുന്ന സ്വപ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇഷിത പൂർണ്ണ ഗർഭിണിയാണ്. പ്രസവത്തിന് വേണ്ടി ഇഷിതേനെ ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ ദേവിക ഉണ്ട്. ദേവിക പറയുന്നുണ്ട്, പെയിൻ വരട്ടെ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ദേവിക പുറത്തേക്ക് പോവാണ്. ഇഷിത അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ, പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ പെയിൻ വരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് നടക്കണം നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇഷിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് മനസ്സുനി റൂമിലേക്ക് കയറി വരുവാണ്. മനസ്സുനി വന്നിട്ട്, എടി നീ എന്താടി വിചാരിച്ചേ, ഈ കുഞ്ഞിനെ നിനക്ക് സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? എൻ്റെ മരുമോൾ ഒരു അമ്മയാവാതെ നീ അമ്മയാവണ്ടടി എന്ന് പറഞ്ഞിട്ട് മനസ്സുനി ഒരു ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ് ഇഷിത കേട്ടോ. ഇഷിത വയറും ഇടിച്ച് ആ ഒരു കട്ടിലിന്റെ സൈഡിൽ പോയിട്ട് വയറിടിച്ചിട്ട് അമ്മേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് കരയാണ്. അങ്ങനെ ഇഷിതൊക്കെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നുണ്ട്. ഇഷിത അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കാണ്. മഹേഷ് വീണ്ടും പേടിക്കുകയാണല്ലോ, എന്തു പറ്റി, മനസ്സുനി എന്നെ പിടിച്ച് തള്ളി, എൻ്റെ കുഞ്ഞില്ല എനിക്ക്. അപ്പോൾ തൻ്റെ കുഞ്ഞല്ലേ വയറ്റിലുള്ളത്, താൻ എന്താണ് ഇഷിത ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും സമാധാനിപ്പിക്കുകയാണ് ഈ മഹേഷ്. ഇഷിതനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറേ ദിവസം മഹേഷ് കമ്പനിയിലൊന്നും പോകുന്നില്ല കേട്ടോ. ഇഷിതയുടെ മാനസിക നില ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ആരും കാണാതെ ഇഷിത നേരെ പോണത് മാധവിന്റെ വീട്ടിലേക്കാണ് മനസ്സിനെ കാണാൻ വേണ്ടി. ആ സമയത്ത് ഏകദേശം ഇഷിത ഒരു 5-6 മാസം ഗർഭിണിയാണ് കേട്ടോ. ഇഷിത നേരെ പോണത് ബെല്ലടിക്കുമ്പോഴേക്കും മാധവാണ് വാതിൽ തുറക്കണത്. ഇഷിത ദേഷ്യത്തോടു കൂടി തന്നെ മാധവിനെ നോക്കാണ്. ഇതാര്, ഇഷിതയോ, വാ കേറി വാ, ഏടത്തി ദേ ഇഷിത വന്നിട്ടുണ്ട്, മോളെ ഇഷിതേ വാ കേറി വാ എന്ന് പറയാണ്. ഇവിടെ മാധവിന്റെ അമ്മയില്ലേ മനസ്സുനി എന്ന് ചോദിക്കുകയാണ്. ഉണ്ടല്ലോ, മാധവ് വിളിക്കുന്നുണ്ട്, അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താടാ എന്ന് പറഞ്ഞിട്ട് മനസ്സിന് വരുന്നുണ്ട് കേട്ടോ. മനസ്സിന് നോക്കുമ്പോഴേക്കും ഇഷിത മുമ്പിൽ നിൽക്കുകയാണ്. ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ വയറ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നേ അല്ലേ? ഞാൻ നിങ്ങൾ ഒന്നും കാണിക്കാൻ വേണ്ടി വന്നതല്ല, പക്ഷെ നിങ്ങളുടെ ഒരു അപേക്ഷയായിട്ട് വന്നതാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, പ്ലീസ് ദൈവത്തെ ഓർത്ത് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരല്ലേ. അപ്പൊ അഷിത പറയണ്ട്, മോളെ നീ എന്തൊക്കെയാ പറയണത്, അതിന് അമ്മ ഇവിടെ
ഇവിടെ നിന്ന് എവിടെയും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. ഇവർ പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പ്രസവിക്കാൻ കയറുമ്പോൾ ലേബർ റൂമിൽ ഇവരും ഉണ്ടാകും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട്. ചേച്ചി ഞാൻ പ്രസവിക്കണവരെ ഇവരെ പുറത്തേക്കൊന്ന് വിടലേട്ടോ ചേച്ചി, എനിക്കിവരെ പേടിയാ. മാധവ് പറയുന്നുണ്ട് അഷിതേച്ചി ഏടത്തി എന്തു പറ്റി ഇഷിതക്ക്, മോളെ നീ ഇങ്ങോട്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ അവിടെ പിടിച്ചിരുത്താണ്. ശേഷം വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലയ പറയണ്ട് ഇവൾക്ക് എന്താ പ്രാന്തായോ എന്നൊക്കെ മാധവിനോട് ചോദിക്കുകയാണ്. ഇഷിത ദേഷ്യത്തോടു കൂടി തന്നെ ലയേനെ നോക്കുന്നുണ്ട്. നീ പരാഗരുതിട്ടോ എന്നാ, എൻ്റെ കുഞ്ഞ് ആർത്തും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആർത്തും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മാധവിന്റെ അമ്മയൊക്കെ എന്നോടല്ലേ ദ്രോഹം ചെയ്തേക്കണത്, എന്നിട്ട് ഞാൻ എല്ലാവരോടും ക്ഷമിച്ചില്ലേ, പിന്നെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു ഉപദ്രവിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം ബോധമില്ലാതെ എന്തൊക്കെയോ ഇഷിത പറഞ്ഞുകൊണ്ടിരിക്കാട്ടോ. മാധവ് പറയുന്നുണ്ട് എടത്തി ഇഷിത വന്നത് ഓട്ടോറിക്ഷയിലാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യാം വണ്ടി എടുക്കാം, ചേച്ചി എടുത്ത് ഇഷിതനെയും കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ കയറ് എന്ന് പറയാണ്. അങ്ങനെ ഇഷിതനെയും കൂട്ടിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. മാധവ് വണ്ടി എടുത്തിട്ട് നേരെ പോണത് ഫ്ലാറ്റിലേക്കാട്ടോ. അതിനുശേഷം ഇഷിതനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അഷിത ഫ്ലാറ്റിലേക്ക് വരുവാണ്. അപ്പം സ്വപ്നവലി പറഞ്ഞിട്ട് എൻ്റെ പൊന്നു മോളെ നീ എവിടേക്ക് ഇറങ്ങിപ്പോയത്, ഞങ്ങളിവിടെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. അഷിത പറയണ്ട് ഇഷിത എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അവിടേക്ക് എന്തിനാ ഇഷിത വന്നത്, അത് അവിടെ വന്നിട്ട് മനസ്സിനെ അമ്മേനെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് മനസ്സിനമ്മടുത്ത് കേണ അപേക്ഷിക്കുകയായിരുന്നു ഇവളുടെ കുഞ്ഞിനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇഷിത നിനക്ക് എന്താ പറ്റിയ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി ഇഷിതനെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹേഷിനോട് മാഷി പറയുന്നുണ്ട് ഇഷിതനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവൾക്ക് നല്ലൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനോ ഒന്ന് കാണിക്കാം നമുക്ക്, അത് നല്ലതായിരിക്കും, അവളുടെ മനസ്സൊന്ന് കൂളാവട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഇവരുടെ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇഷിത എടുത്തോടോ തനിക്കൊന്നും സംഭവിക്കില്ല, ഒന്നത്തെ കാര്യം താനൊരു അമ്മയാവില്ലെന്ന് വിശ്വസിച്ചിട്ടാണ് ഇഷിത ഇത്രയും നാൾ നിന്നത്. അപ്പോൾ അതിനിടയിൽ ഇഷിത ഒരു അമ്മയാകാൻ ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ ഇഷിത അതിനിടയ്ക്ക് പ്രഗ്നൻറ്റും ആയി. അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴേക്കും ഇഷിതക്ക് ആകെപ്പാട് വല്ലാതെ സന്തോഷം അതിരി കടന്നുകൊണ്ടാണ് ഇഷിതയ്ക്ക് ഈ ഒരു പേടി. പിന്നെ എപ്പോഴും ഒരു പേടി ഈ ഗർഭിണിയാവുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാകും, തൻ്റെ കുഞ്ഞെന്തെങ്കിലും സംഭവിക്കോ, തൻ്റെ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ കൂടെ കിട്ടണം എന്നൊക്കെ ഒരു പ്രാർത്ഥനയും ഒരു പേടി എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ ഇഷിതക്ക് ആ പേടി ഹൈ ലെവലാണ്. ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇഷിതയുടെ ഈ അവസ്ഥയിൽ മരുന്നും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആകെ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, മഹേഷിനെ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി ലീവ് എടുത്ത് ഇഷിതയുടെ കൂടെ നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷിതക്ക് സമാധാനം കിട്ടണം എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോവുക. പ്രസവം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നാൽ മതി. മഹേഷ് പറയുന്നുണ്ട് അപ്പോഴും കാര്യമില്ല ഡോക്ടർ, പ്രസവം ആകുമ്പോൾ വന്നാലും മനസ്സിന് അമ്മ ലേബർ റൂമിൽ കയറിയിട്ട് ഇവളെ ഉപദ്രവിക്കാൻ പോണ പോലത്തെ സ്വപ്നങ്ങളല്ലേ കാണുന്നത്. അപ്പൊ പറയണ്ട് ഇഷിത അത് കൂളായിക്കോളും, അപ്പൊ പേടി കൊണ്ടാണ് മാസം ഇങ്ങനെ കടന്നു പോയിക്കോളത്തോടും പേടി കുറഞ്ഞു വന്നോളും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇഷിതക്ക് ഓരോ ദിവസം കഴിയുന്നതോറും പേടി കൂടി വന്നുവാണ്. ഇഷിത തന്നെത്താനെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് ഭ്രാന്ത് പിടിച്ച പോലെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും സ്വപ്നം കണ്ട് ഇങ്ങനെ എഴുന്നേക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങളാട്ടോ നമ്മൾ ഇനി കാണാൻ വേണ്ടി പോണത്. അതിനിടയ്ക്ക് നമ്മുടെ രചനയുടെ ആകാശിന്റെ ക്രൂരത അത് വേറെ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.